Hello students, today we will learn about input devices. Okay, input device കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു. ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, CPU, മെമ്മറി, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ് മുതലായവ. നമുക്കറിയാം CPU അകത്ത് മെയിൻ ആയിട്ട് 3 കമ്പോണന്റ് ആണ് ഉള്ളത്. ഒന്ന് രജിസ്റ്റേഴ്സ്, രണ്ടാമത്തെ കൺട്രോൾ യൂണിറ്റ്, മൂന്നാമത്തെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇത് തമ്മിലെല്ലാം ഇന്റർ കണക്ഷൻസ് ഉണ്ട്. ഈ CPU ചേർന്ന് തന്നെയാണ് നിൽക്കുന്നതാണ് ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും മെമ്മറി യൂണിറ്റും. ഇൻപുട്ട് യൂണിറ്റിലാണ് ഇൻപുട്ട് ഡിവൈസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇൻപുട്ട് ഡിവൈസ് എല്ലാം ചേരുമ്പോൾ ഇൻപുട്ട് യൂണിറ്റ് ആയി. ഓക്കെ, IO യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. കാരണം ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും ഒരേപോലെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇൻപുട്ട് ഡിവൈസ് ആണ് ഇൻപുട്ട് യൂണിറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, a computer interacts with the external environment via input-output devices attached to it. അതായത് കമ്പ്യൂട്ടർ പുറം ലോകവുമായിട്ട് സംവദിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് മുഖേനയാണ്. ഇൻപുട്ട് ഡിവൈസ് is used for providing data and instructions to the computer. After processing the input data, computer provides output to the user via output device. Okay, ഇൻപുട്ട് ഡിവൈസ് വഴി ആക്സെപ്റ്റ് ചെയ്യും, പ്രോസസ് ചെയ്യും, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് പറയുന്ന മറ്റൊരു പേരാണ് പെറിഫറൽ ഡിവൈസസ്. പെറിഫറൽ ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെറിഫറൽ ആയിട്ടുള്ള ഡിവൈസസ്, അതായത് CPU ചേർന്ന് നിൽക്കുന്ന മറ്റു ഡിവൈസസ്, അതിനാണ് പെറിഫറൽ ഡിവൈസസ്. പലതരം ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇൻപുട്ട് യൂണിറ്റ് is formed by input devices attached to the computer. It accepts data and instructions from the outside world. It converts these data and instructions into the computer understandable form. And it supplies the converted data and instruction to the computer system for further processing. ഇനി യഥാർത്ഥ ഇൻപുട്ട് ഡിവൈസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു ആദ്യകാലത്തെ ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇറ്റ് ഇസ് നോൺ ആസ് എ പഞ്ച്ഡ് കാർഡ്. This is the earlier input device. Okay, punched card system was developed by Jacquard to control power loom in 1801. He is a person who invented punched card. Okay, punch card ഉപയോഗിച്ച് ഒരു പേപ്പറിൽ ഹോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. പഞ്ച് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ പഞ്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പേപ്പറൊക്കെ കുറെ കൂട്ടി പിടിച്ച് പഞ്ചിങ് ആ ഒരു മെഷീൻ വെച്ചിട്ട് പഞ്ച് ചെയ്യും, ഹോൾസ് ഉണ്ടാക്കും. അത് തന്നെയാണ് ഇവിടെ കൺസെപ്റ്റ്. അപ്പോൾ ഹോൾ ഉണ്ടെങ്കിൽ അത് 1 ആയിട്ടും ഹോൾ ഇല്ലെങ്കിൽ 0 ആയിട്ടും ട്രീറ്റ് ചെയ്യും. നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടറിൽ സീറോസ് ആൻഡ് വൺസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 0 ആണെങ്കിൽ അത് ആബ്സെൻസ് ഓഫ് എ ഹോൾ ആണ്, 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് എ പ്രസൻസ് ഓഫ് എ ഹോൾ. അപ്പോൾ പഞ്ച് കാർഡ് റീഡർ ചെയ്യുന്നത് എന്താ? ഹോൾ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നു. ഹോൾ ഉണ്ടോ ഇല്ലയോ തിരിച്ചറിയുന്നതാണ് പഞ്ച് കാർഡ് റീഡർ ചെയ്യുന്നത്. സിമിലർലി പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ടായി. ഇൻപുട്ടിനകത്ത് പഞ്ച്ഡ് കാർഡ് കിട്ടും, അത് റീഡ് ചെയ്താൽ മതി. പഞ്ച്ഡ് കാർഡ് റീഡർ ഉപയോഗിച്ച് നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ പഞ്ച്ഡ് കാർഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ടായി. ഇപ്പോഴും സീറോസും വൺസും തന്നെയാണ് നമ്മുടെ ഒരു മോഡേൺ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ബേസിസ്. അപ്പോൾ അത് തന്നെ ഉപയോഗിച്ച ടെക്നോളജിയാണ് പഞ്ച്ഡ് കാർഡ്. ഇപ്പൊ ഒന്ന് ഒബ്സലേറ്റ് ആണ്, പക്ഷെ ആദ്യകാലങ്ങളിൽ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഇത് ഒരു ഓൾഡർ ഇൻപുട്ട് ഡിവൈസ് ആണ്, ബട്ട് സ്റ്റിൽ വി ആർ യൂസിങ് ദിസ് ഇൻപുട്ട് ഡിവൈസ്. ഇതിന്റെ പേരെന്താ? ദിസ് ഇസ് നോൺ ആസ് എ കീബോർഡ്. Okay, keyboard is an input device used to type data into the computer system using standard set of typing keys. ലോകത്തിലെ എല്ലാ കീസ് ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് കീസ് ഉണ്ടാവും, ബേസിക്കലി ഇംഗ്ലീഷ്. ഓക്കെ, കീബോർഡ് കണ്ടെയ്ൻസ് മെനി മെക്കാനിക്കൽ സ്വിച്ചസ് ഓർ പുഷ് ബട്ടൺസ് നോൺ ആസ് കീസ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, സ്കൂളിലൊക്കെ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടാവും, മിക്കവാറും വീട്ടിലും കാണും, അത് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കീബോർഡിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്? കീസ് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പുഷ് ബട്ടൺ ഉപയോഗിച്ചാണ് പ്രസ് ചെയ്യുന്നത്. പുഷ് ചെയ്യുമ്പോൾ ആ കീ എന്താണ് പുഷ് ചെയ്തത് അതിന്റെ ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ when a key is pushed, an electronic circuit is closed and the keyboard sends a signal to the computer and tells it what letter, number or symbol it would like to show on the screen.
നമ്മൾ എന്താണ് പ്രസ് ചെയ്തത് അതാണ് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ഷോ ചെയ്യുന്നത്. ഇതിന് വേണ്ട മെക്കാനിസമാണ് അകത്തുള്ളത്. ഓക്കെ, സാധാരണ ഡെസ്ക്ടോപ്പ് പി സി വെച്ച് എന്താ, ഡെസ്കിന്റെ മുകളിൽ വെക്കുന്ന പി സി, അതാണ് ഡെസ്ക്ടോപ്പിന്റെ അർത്ഥം. ലാബിലൊക്കെ ഉള്ള ഡെസ്ക്ടോപ്പ് പി സീസ് ആണ്. ഡെസ്ക്ടോപ്പ് പി സിയുടെ കൂടെ എക്സ്റ്റേണൽ കീബോർഡ് ഉണ്ടാവും. കീബോർഡ് നമ്മൾ വേറെ വാങ്ങി അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ലാപ്ടോപ്പിലോ മറ്റു നോട്ട്ബുക്ക് ടാബ്ലറ്റ് മുതലായതൊക്കെ കീബോർഡ് ഓൾറെഡി അറ്റാച്ച്ഡ് ആയിരിക്കും. ലാപ്ടോപ്പിൽ കീബോർഡ് കൂടെ ചേർന്നാണ് ലാപ്ടോപ്പ് വരുന്നത്. ഓക്കെ, പക്ഷെ സ്മാർട്ട് ഫോൺസിലൊക്കെ കീബോർഡ് ഇല്ല. അതിന് പകരം സ്ക്രീൻ പോപ്പപ്പ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ സ്ക്രീൻ പോപ്പപ്പ് ചെയ്ത് വരും. അപ്പോൾ ഇനി കീബോർഡിന് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. സാധാരണ കീബോർഡിന്റെ കൂടെ ഒരു ന്യൂമറിക് കീപാഡ് കൂടെ ഉണ്ടാവും. ഇത് ന്യൂമറിക് കീപാഡ് ഇല്ല, പക്ഷേ ഈ നെക്സ്റ്റ് ഫിഗറിൽ ന്യൂമറിക് കീപാഡ് വെച്ചിട്ടുണ്ട്. ദിസ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് കീസ്. ദിസ് എ ന്യൂമറിക് കീപാഡ്. ന്യൂമറിക് കീപാഡിന്റെ അർത്ഥം എന്താ, നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു കീപാഡാണ് ന്യൂമറിക് കീപാഡ്. ഓക്കെ, അപ്പോൾ അത് നംലോക്ക് എന്നൊരു കീ ഉണ്ട്. ആ കീ ഞെക്കി കഴിഞ്ഞാൽ നമ്പേഴ്സ് മാത്രമേ ടൈപ്പ് ചെയ്യുള്ളൂ. അത് റിലീസ് ചെയ്താലോ അല്ല ഒന്നുകൂടി ഞെക്കിയാലോ ബാക്കി ആരോ കീസ് എല്ലാം വർക്ക് ചെയ്യും. ഇതുകൂടാതെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് ഉണ്ട്. വിൻഡോസ് കീ, വിൻഡോസ് ലോഗോ, നേരിട്ട് വിൻഡോസിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു കീ ആണ് വിൻഡോസ് കീ. കൺട്രോൾ കീ, ഓൾട്ട്, ആപ്ലിക്കേഷൻ കീ, ആരോ കീസ്, അപ്പ് ആരോ, ഡൗൺ ആരോ, ലെഫ്റ്റ് ആരോ, റൈറ്റ് ആരോ, ന്യൂമറിക് കീപാഡ്, numlock key, then additional keys. These are known as function keys. F1, F2, etc. are the function keys. Then media control keys. ഇത് ഓപ്ഷണൽ ആണ്, എല്ലാ കീബോർഡിലും ഉണ്ടാവില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മീഡിയ കൺട്രോൾ കീസ് ഉപയോഗിക്കാം. അതായത് മീഡിയ പ്ലേ ചെയ്യാൻ, അതിന് സൗണ്ട് കൂട്ടാൻ കുറയ്ക്കാൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കീസാണ് മീഡിയ. മീഡിയ വെച്ചാൽ എന്താ, പാട്ട്, മറ്റ് വിഷ്വൽ മീഡിയ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, സിനിമ, അതിൻ്റെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സംഭവമാണ് മീഡിയ കൺട്രോൾ കീസ്. ഇതുപോലെ ഇന്റർനെറ്റ് കീസ് ഉണ്ട്. ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ, ചാറ്റ് ചെയ്യാൻ, മെയിൽ അയക്കാൻ, അങ്ങനെ മെസ്സേജ് അയക്കാൻ, അതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ആണ് കീബോർഡ്. ഇതൊക്കെ കീബോർഡിൽ ഇല്ലെങ്കിൽ നമുക്ക് ബ്രൗസർ ഓപ്പൺ ആക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പകരം ഇൻസ്റ്റന്റ് ആയിട്ട് ക്വിക്കായിട്ട് ചെയ്യാനുള്ള സംഭവമാണ് ഇന്റർനെറ്റ് കൺട്രോൾ കീസ്. ഓക്കെ, usually keyboard is also known as QWERTY keyboard. QWERTY, QWERTY keyboard. Why is it so? നമുക്ക് തൊട്ട് മുമ്പ് ഫിഗർ നോക്കാം. ഇവിടെ നോക്കി, അപ്പർ ലെറ്റേഴ്സ് നോക്കി, QWERTY എന്നാണ്. അപ്പർ ലെറ്റേഴ്സ് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് QWERTY കീബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ കീബോർഡിൽ ആൽഫബറ്റ്സ് ഉണ്ട്. വി ക്യാൻ സീ നമ്പേഴ്സ് 1 2 3 4 5 6 നമ്പേഴ്സ് ഉണ്ട്. കുറേ പങ്ക്ച്വേഷൻ മാർക്സ് ഉണ്ട്. ഇത് കൂടാതെ ക്യാപ്സ് ലോക്ക് ഉണ്ട്, നം ലോക്ക് ഉണ്ട്, ഷിഫ്റ്റ്, കൺട്രോൾ, അങ്ങനെ കുറേ കീസ് എല്ലാം ഉണ്ട്. ദീസ് ആർ തിങ്സ് QWERTY കീബോർഡ് എന്ന് പറയും. There will be keys for A to Z, small a to Z, 0 to 9, punctuation marks. We have function keys F1 to F3 to perform special actions. ഇത് കൂടാതെ ടോഗിൾ കീസ് ഉണ്ട്. ടോഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീ ഉപയോഗിച്ച് രണ്ട് ഫംഗ്ഷൻ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ ചെയ്യാം. അപ്പോൾ ക്യാപ്സ് ലോക്ക് കീ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ ടൈപ്പ് ചെയ്യുള്ളൂ. ഒന്നുകൂടി ക്യാപ്സ് ലോക്ക് കീ ഞെക്കിയാലോ ലോവർ കേസ് ലെറ്റേഴ്സ് ആക്കിയാൽ. ഒരു കീ ഉപയോഗിച്ച് ടോഗിൾ ചെയ്യുക. സ്വിച്ച് ഒക്കെ ടോഗിളിംഗ് ആണ്. സ്വിച്ച് ഇട്ടാൽ ഓൺ ആവും, സ്വിച്ച് ടോഗിളിംഗ് അല്ല. നമ്മൾ ഒരേ കീ രണ്ട് തവണ ഞെക്കുന്നതിനാണ് ടോഗിൾ കീസ് എന്ന് പറയുന്നത്. നംലോക്കും ടോഗിൾ കീസ് ആണ്. നംലോക്ക് ഞെക്കിയ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. ഒന്നുകൂടി ഞെക്കി കഴിഞ്ഞാൽ ആരോ കീസ് മറ്റ് കീസ് എല്ലാം ഉപയോഗിക്കാം. സെയിം കീ തന്നെ രണ്ട് തവണ ഞെക്കുക. ഒന്ന് ഞെക്കുമ്പോൾ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും രണ്ടാമത് ഞെക്കുമ്പോൾ. പിന്നെ മോഡിഫയർ കീസ് ഉണ്ട്. മോഡിഫയർ കീസ് ആർ ഷിഫ്റ്റ്, കൺട്രോൾ ആൻഡ് ഓൾട്ട്. അടുത്ത പൊസിഷണൽ കീസ് ആണ് ഹോം, എൻ, പേജ് അപ്പ്, പേജ് ഡൗൺ, എക്സെട്ര, ആസ് വെൽ ആസ് ഡയറക്ഷണൽ കീസ്. ഡയറക്ഷണൽ മീൻസ് ആരോ കീസ്, ലെഫ്റ്റ് ആരോ, റൈറ്റ് ആരോ, അപ്പ് ആരോ, ഡൗൺ ആരോ. ഇതെല്ലാം പൊസിഷണൽ കീസ് ആണ്. ഒരു സ്ഥലത്ത് നിന്ന് പൊസിഷൻ മാറ്റാൻ വേണ്ടി. ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല അതിനകത്ത്, അത് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ആരോസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ, കീബോർഡിൽ ആരോ കീ, റൈറ്റ് ആരോ ഞെക്കി കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡിലേക്ക് പോയി, ലെഫ്റ്റ് ആരോ ഞെക്കി കഴിഞ്ഞാൽ പ്രീവിയസ് സ്ലൈഡിലേക്ക് വന്നു. അപ്പോൾ ആരോ കീ ഉപയോഗിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിനാണ് പൊസിഷണൽ കീസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മീഡിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മീഡിയ കൺട്രോൾ കീസ് ഉണ്ട്. സ്പീക്കറിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ, ഡിസ്ക് ചേഞ്ച് ചെയ്യാൻ, പാട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം. ഇന്റർനെറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇന്റർനെറ്റ് കൺട്രോൾ കീസ്. ഇമെയിൽ അയക്കാൻ, വെബ് ബ്രൗസ് ചെയ്യാൻ, മെസ്സേജ് അയക്കാൻ, ഇന്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ, അങ്ങനെയുള്ള സ്പെഷ്യൽ കീസ് ഉപയോഗിക്കാം. ഓക്കെ, ഈ സാധാരണ എപ്പോഴും ഡെസ്ക്ടോപ്പിൽ നമ്മൾ കീബോർഡ് കണക്ട് ചെയ്യുന്ന വയർ വഴിയാണ്. വയർ എവിടേക്ക് കണക്ട് ചെയ്യുക, കമ്പ്യൂട്ടറിന്റെ USB പോർട്ടിലേക്കാണ്. USB പോർട്ട് എന്ന് പറയുമ്പോൾ USB പോർട്ട്, ഓക്കെ, ഐ ക്യാൻ ഷോ യു ദിസ്, ക്യാൻ യു സീ ദിസ്. ഇത് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് USB പോർട്ട്. ഇതാണ് ഒരു കീബോർഡിന്റെ എൻഡിൽ വരുന്നത്. ഇത് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഒരു USB പോർട്ട്.
ചിലതിലൊക്കെ കേബിൾ ഉണ്ടാവില്ല, വയർലെസ് ആയിരിക്കും. കീബോർഡ് ക്യാൻ ബി വയേർഡ് ആസ് വെൽ ആസ് വയർലെസ്. വയർലെസ് ആണെങ്കിലോ, വയർലെസ്സിന് വേറെ പേരാണ് കോർഡ്ലെസ് കീബോർഡ്. അതിനകത്ത് ബാറ്ററി പവർ ഡിവൈസ് ആയിരിക്കും. എ വയർലെസ് കീബോർഡ് ഇസ് എ ബാറ്ററി പവർ ഡിവൈസ് ദാറ്റ് ട്രാൻസ്മിറ്റ്സ് ഡാറ്റ ടു ദ സിസ്റ്റം യൂസിങ് വയർലെസ് ടെക്നോളജി. വയർലെസ് ടെക്നോളജി കഴിഞ്ഞാൽ രണ്ടെണ്ണമാണ് ഉള്ളത്. ഒന്ന് റേഡിയോ വേവ്സും, രണ്ടാമത്തെ ഇൻഫ്രാറെഡ് ലൈറ്റ് വേവ്സും. റേഡിയോ വേവ്സ് ബ്ലൂടൂത്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഇൻഫ്രാറെഡ് ലൈറ്റ് വേവ്സ് IRDA എന്ന ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടാണ് വയർലെസ് കീബോർഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, these are the keyboards for mobile computers and mobile devices. Look at the first one. ഈ മൊബൈൽ ഡിവൈസ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. മിക്കവാറും വീട്ടിൽ കാണും, നിങ്ങൾ പഠിക്കുന്നതൊക്കെ ഈ മൊബൈൽ ഉപയോഗിച്ചിട്ടായിരിക്കും. ഓക്കെ, ഇതിനകത്ത് കീബോർഡ് ഉണ്ടോ? മൊബൈലിന്റെ സ്ക്രീൻ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, മൊബൈലിന്റെ സ്ക്രീനിൽ ഒന്നുമില്ല, കീബോർഡ് സംഭവമില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്ത് വേണം, നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്പർ കീസ് വന്നു, നമ്പേഴ്സ് എല്ലാം വന്നു. അതിൽ നമ്മൾ എന്തെങ്കിലും മാറ്റി ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലോ ഓട്ടോമാറ്റിക്കായിട്ട് ആൽഫബറ്റ്സിന്റെ കീസ് വരും. ദിസ് ഇസ് നോൺ ആസ് ആൻ ഓൺ സ്ക്രീൻ കീബോർഡ്. കീബോർഡ് സ്ക്രീനിൽ തന്നെയാണ്, സ്ക്രീനിൽ തന്നെ കീബോർഡ് വെക്കുന്നതിനാണ് ഓൺ സ്ക്രീൻ കീബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി അവിടെ ഇല്ല, പക്ഷെ നമുക്ക് വെർച്വലി കാണാൻ പറ്റും. ഇപ്പൊ കാണുന്നില്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പോപ്പപ്പ് ചെയ്ത് വരും. അതിനാണ് ഓൺ സ്ക്രീൻ കീബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ സ്ക്രീൻ കീബോർഡിൽ എങ്ങനെ നമുക്ക് ഡാറ്റ ടൈപ്പ് ചെയ്യാം? നമ്മുടെ കൈ വെച്ച് ഫിംഗേഴ്സ് ഉപയോഗിച്ച് ടച്ച് ചെയ്ത് അതിനകത്ത് ഡാറ്റ ടൈപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ സ്റ്റൈലസ് ഉപയോഗിക്കാം. ഷോ യു സ്റ്റൈലസ്. രണ്ടാമത്തെ മിനി കീബോർഡാണ്. മിനി കീബോർഡിന് എല്ലാ കീസും ഇവിടെ ഉണ്ടാവും, പക്ഷെ ചെറുതാണ്. ഓക്കെ, ദിസ് ഇസ് എ മിനി കീബോർഡ്. ലുക്ക് അറ്റ് ദിസ് വൺ. ഇത് കീപാഡ് ആണ്. കീപാഡും കീബോർഡും തമ്മിൽ എന്താ വ്യത്യാസം? കീപാഡിന് കുറച്ചേ ഉള്ളൂ, മൂന്ന് ഇത്രയും സ്ഥലമുള്ളൂ ആ കൂടി കീസ് വയ്ക്കാൻ. പണ്ടത്തെ മൊബൈൽ ഡിവൈസ് ഒക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കീ തന്നെ 2 or 3 കീസ് കമ്പൈൻഡ് ആയിട്ടായിരിക്കും. നമുക്കിപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ QWE ഒരു കീ തന്നെ ഉണ്ടാവും. ഫസ്റ്റ് ലെറ്റർ ഞെട്ടിക്കഴിഞ്ഞാൽ Q വരും, സെക്കൻഡ് ഞെട്ടിക്കഴിഞ്ഞാൽ W വരും, തേർഡ് ഞെട്ടിക്കഴിഞ്ഞാൽ E വരും. നിങ്ങളുടെ വീട്ടിൽ പഴയ മൊബൈലിൽ ഇതെല്ലാം ഇതുണ്ടാവും, ഇങ്ങനത്തെ മൊബൈൽ ഉണ്ടാവും. കീപാഡാണ്. കീബോർഡാണ് എല്ലാ കീസും ഉണ്ടാവും, അത് കീബോർഡ് എന്ന് പറയും. കീപാഡ് ആണ് അതിന്റെ മിനിയേച്ചർ ആണ് കീപാഡ് എന്ന് പറയുന്നത്. കീപാഡ് കണ്ടെയ്ൻസ് fewer keys than a keyboard. ഓക്കെ, അടുത്തത് പോയിന്റിംഗ് ഡിവൈസ് ആണ്. Pointing device are used for providing input to the user by moving a device to point to a location on the monitor. മോണിറ്ററിലേക്ക് പോയിന്റ് ഉപയോഗിക്കുകയാണ് പോയിന്റിംഗ് ഡിവൈസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ മൗസ് മൂവ് ചെയ്യാം, എൻ്റെ കഴ്സർ മൂവ് ചെയ്യാം. ഇപ്പൊ എസ്സിലാണ് നിൽക്കുന്നത്, ദിസ് ഇസ് എ പോയിന്റർ. എസ്സിൽ കാണുന്ന സംഭവത്തിനാണ് പോയിന്റർ എന്ന് പറയുന്നത്. ഓക്കെ, പോയിന്റർ ഇസ് എ സ്മോൾ സിമ്പിൾ ഓൺ സ്ക്രീൻ ഹൂസ് ലൊക്കേഷൻ ആൻഡ് ഷേപ്പ് ചേഞ്ച് ആസ് ദ യൂസർ മൂവ്സ് എ പോയിന്റിംഗ് ഡിവൈസ്. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പൊ എസ്സിലാണ്, ഇപ്പൊ ഇയിലാണ്, ഇപ്പൊ സിയിലാണ്, ഇപ്പൊ ഓയിലാണ്. ഇപ്പം ഇങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുവന്നു, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മൂവ് ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. ഷേപ്പ് മാറുന്നുണ്ടോ? ഇപ്പൊ ഒക്കെ സെയിം ആണ്. ഷേപ്പ് മാറ്റി കാണിച്ചു. പോയിന്റർ ഓപ്ഷൻസ്, ഐ എം ടേക്കിംഗ് ഇറ്റ് ബോൾ പോയിന്റ് പെൻ. അപ്പൊ നോക്കിയേ, കുത്ത കാണുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് മാറി, ഇപ്പൊ സൈസ് മാറി. അതിന്റെ പെന്നിന്റെ ഫെൽറ്റ് പോലെ ഇരിക്കുന്നുണ്ടോ? പോയിന്റർ ഓപ്ഷൻ മാറിയില്ലേ? ഇങ്ങനെ അതിന്റെ സൈസും ഷേപ്പും ഒക്കെ മാറ്റാൻ പറ്റും. ദിസ് ഇസ് നോൺ ആസ് എ പോയിന്റർ ഓർ കഴ്സർ. ഓക്കെ, ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നമുക്കത് മൂവ് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം. ഓക്കെ, പല ഓപ്ഷൻസ് നടത്താം. ഞാനൊരു ഹൈലൈറ്റർ എടുക്കാം. ഓക്കെ, see, I can draw like this. ഓക്കെ, അതേപോലെ ഞാൻ മൂവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയൊക്കെ ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഡിവൈസാണ് പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പോയിന്റിംഗ് ഡിവൈസിൽ ഒന്നാണ് മൗസ്. മൗസ് എല്ലാവർക്കും അറിയായിരിക്കും. മൗസ് ഈസ് എ പോയിന്റിംഗ് ഡിവൈസ്. മൗസ് ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ മൗസ് ഉപയോഗിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി സിസ്റ്റത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ഡാറ്റ എടുക്കാൻ ഉപയോഗിക്കുന്നതാണ് മൗസ്. അതേപോലെ ട്രാക്ക് ബോർഡ് ഉണ്ട്, ജോയ്സ്റ്റിക് ഉണ്ട്, ഡിജിറ്റൈസിംഗ് ടാബ്ലറ്റ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ഇസ് എ മൗസ്. Mouse is a pointing device because it allows a user to control pointer on screen. Mouse ഉപയോഗിച്ച് നമുക്ക് സ്ക്രീനിലെ പോയിന്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. Okay. It is connected to the computer system through a USB port via a cable.
വയർലെസ് ഉണ്ട്, കോഡ്ലെസ് ഉണ്ട്. അപ്പോൾ എന്താ, നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി പവേർഡ് ഡിവൈസ് ആയിരിക്കും അത്. ദാറ്റ് ട്രാൻസ്മിറ്റ്സ് ഡേറ്റ യൂസിങ് വയർലെസ് ടെക്നോളജി സച്ച് ആസ് റേഡിയോ വേവ്സ് ഓർ ബ്ലൂടൂത്ത് ഓർ ഇൻഫ്രാറെഡ് ലൈറ്റ് വേവ്സ് ഓർ IRDA. നേരത്തെ പറഞ്ഞ കീബോർഡ് പറഞ്ഞ അതേ ടെക്നോളജി തന്നെയാണ് വയർലെസ്സിന് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബ്ലൂടൂത്തോ അല്ലെങ്കിൽ IRDA, ഇൻഫ്രാറെഡ് വേവ്സ് ആയിരിക്കും ഇതിനകത്ത് വയർലെസ്സിൽ ഉപയോഗിക്കുന്നത്. ഇനി പലതരം മൗസിനെ കുറിച്ച് പരിചയപ്പെടാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗസസ് ആർ ദെയർ. ഫസ്റ്റ് ഇസ് എ ഫിസിക്കൽ മൗസ് ഓർ മെക്കാനിക്കൽ മൗസ്. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, ഒബ്സലേറ്റ് ആണ്. പക്ഷെ പണ്ടത്തെ ലാബുകളിൽ പണ്ടത്തെ ഇതിൽ കാണാം മെക്കാനിക്കൽ മൗസ്. മെക്കാനിക്കൽ മൗസ് അഥവാ ഫിസിക്കൽ മൗസ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ തന്നെ, ഷേപ്പ് ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ ബോട്ടം സൈഡിൽ ചെറിയൊരു റബ്ബറിന്റെ ബോൾ ഉണ്ടാവും. റബ്ബർ ബോൾ, ചെറിയ കുഞ്ഞു ബോൾ. ഇതിനുള്ളിൽ കയറാവുന്നത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. ഇത്രയൊക്കെ വലിപ്പമേ കാണുള്ളൂ. ഒരു കുഞ്ഞു റബ്ബർ ബോൾ ഉണ്ടാവും. ഈ റബ്ബർ ബോളാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് താഴെ എന്ത് വേണം, നമുക്കൊരു മൗസ് പാഡ് വേണം. അത് സ്മൂത്ത് ആയിരിക്കണം, പൊടി ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് റിക്വയർസ് എ സ്മൂത്ത് ഡസ്റ്റ് ഫ്രീ സർഫസ് സച്ച് ആസ് എ മൗസ് പാഡ് ഇൻ വിച്ച് ദിസ് ബോൾ ഇസ് റോൾഡ്. ഈ ബോൾ അതിനകത്ത് റോൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ മെക്കാനിക്കൽ മൗസിന് അടിയിൽ ഒരു ചെറിയ ചേംബർ ഉണ്ടാവും, ഒരു പൊത്ത് പോലെ അടിയിൽ. അതിനുള്ളിലാണ് റബ്ബർ ബോൾ വെച്ചിരിക്കുന്നത്. ഈ റബ്ബർ ബോൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആക്ടിവേറ്റിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസേഴ്സ് ബോളിന്റെ മൂവ്മെന്റ് സ്ക്രീനിലെ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ബോൾ എങ്ങനെ മൂവ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് നമുക്കിവിടെ പോയിന്റർ മൂവ് ചെയ്യും. താഴെ ബോൾ മൂവ് ചെയ്യുന്ന അതേപോലെയാണ് നമ്മുടെ അടുത്ത് മുകളിലത്തെ പോയിന്റർ മൂവ് ചെയ്യും. പോയിന്റർ എന്താണെന്നറിയാലോ, ഇതാണ് പോയിന്റർ. മൗസ് നിൽക്കുന്ന ഇതാണ് പോയിന്റർ. ഇതാണ് പോയിന്റർ. ബോൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് പോയിന്റർ ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബോളിന്റെ ഉള്ളിൽ തന്നെ എന്താ, ഒരു ആക്ടിവേറ്റിംഗ് സെൻസേഴ്സ് ഉണ്ട്. സെൻസറിന്റെ അടുത്ത് എന്താ, സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവത്തിനാണ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ആ സെൻസേഴ്സ് ആണ് ഈ ബോൾ മൂവ്മെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു മൗസിന്റെ എക്സാമ്പിൾ. ഹിയർ വി ഹാവ് ലെഫ്റ്റ് മൗസ് ബട്ടൺ, റൈറ്റ് മൗസ് ബട്ടൺ, വീൽ എന്തിനാ, സ്ക്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തമ്പ്, രണ്ട് പ്രസ് ചെയ്യുന്ന സംഭവമാണ് തമ്പ് ബട്ടൺസ് ഉണ്ടാവും. നമുക്ക് ഈ ബട്ടൺസിന്റെ ഫംഗ്ഷൻ ഒക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അത് കൂടാതെ നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. ഇനി രണ്ടാമത്തെ തരം മൗസാണ് ഓപ്റ്റിക്കൽ മൗസ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന മുഴുവൻ ഓപ്റ്റിക്കൽ മൗസ് ആയിരിക്കും. അതിന്റെ താഴെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഉണ്ടാവും. LED വെച്ച് എന്താണെന്നറിയാലോ, അത് തന്നെ കാണുന്ന ചെറിയ ലൈറ്റ് ആണ്. LED ലൈറ്റ് ഇതിന്റെ താഴെ ഉണ്ടാവും. ഇതിന്റെ താഴ്ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു റെഡ് കളർ കാണുന്നുണ്ടോ, ഇതാണ് LED. ഇതിനുള്ളിലും സെൻസർ തന്നെയുണ്ട്. അപ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യും, എന്നിട്ട് സെൻസ് ചെയ്യാൻ വേണം. ഓക്കെ, ദിസ് ഡിവൈസ് എമിറ്റ് ലൈറ്റ് ആൻഡ് ദർ ഇസ് എ സെൻസർ ടു ഡിറ്റക്ട് ലൈറ്റ്. ഈ സെൻസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് മൂവ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലൈറ്റ് ബൗൺസസ് ഓഫ് ദ സർഫസ് ആൻഡ് സെൻസർ മെഷേഴ്സ് ഇറ്റ്. ദീസ് മെഷർമെന്റ്സ് ആർ റിപ്പോർട്ടഡ് ബാക്ക് ടു ദ കമ്പ്യൂട്ടർ ടു ടെൽ ദ പോയിന്റർ ഹൗ ടു മൂവ്. ഈ സെൻസിങ്, ഈ ലൈറ്റ് എന്തുമാത്രം മൂവ് ചെയ്യുന്നതനുസരിച്ച്, എന്തുമാത്രം ബൗൺസ് ചെയ്ത് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ കഴ്സർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് എമിറ്റ് ആൻഡ് സെൻസ് ലൈറ്റ് ടു ഡിറ്റക്ട് മൗസ് മൂവ്മെന്റ്. ക്ലിയർ? ഇതിനകത്ത് എന്തൊക്കെയുള്ള, ഒന്ന് LED ഉണ്ട്, ഒന്ന് സെൻസർ ഉണ്ട്. മറ്റേലാണെങ്കിൽ ബോളും ഒരു ആക്ടിവേറ്റിംഗ് സെൻസറും ഉണ്ടായിരുന്നത്. സെൻസർ ഇല്ലാതെ നമുക്ക് മൂവ്മെന്റ് അറിയാൻ പറ്റില്ല. എല്ലാതും സെൻസേഴ്സ് ആവശ്യമുണ്ട്. അപ്പൊ ഇതിനകത്ത് LED സെൻസറാണ് നമ്മുടെ ഓപ്റ്റിക്കൽ മൗസിൽ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്ന ഓപ്റ്റിക്കൽ മൗസ് തന്നെയാണ്. ഇത് കൂടാതെ വേറെ തരം മൗസ് ഉണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് എ ലേസർ മൗസ്. ഇവിടെ ലേസർ സെൻസറാണ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷേ വി നോ ദാറ്റ് എ ലേസർ ഇസ് മോർ എക്സ്പെൻസീവ് ദാൻ ആൻ LED. LED എക്സ്പെൻസ് കൂടുതലാണ് എപ്പോഴും എന്തിന്, ലേസർ. ഇനി വേറെ തരം മൗസ് ഉണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് എയർ മൗസ്. എയർ മൗസ് ഒക്കെ ഇപ്പോൾ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഇറ്റ്സ് എ ന്യൂ ടൈപ്പ് ഓഫ് മൗസ്. ഇത് ഈ ബട്ടൺസ് ഉള്ളത് കൂടാതെ നമുക്ക് ഒബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യാം, മീഡിയ പ്ലെയറിനെ കൺട്രോൾ ചെയ്യാം, സ്ലൈഡ് ഷോ മൂവ് ചെയ്യാം. എയറിൽ മൗസ് മൂവ് ചെയ്താൽ മതി. മൗസ് ഇങ്ങനെ പിടിച്ച് എയറിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സപ്പോസ് ഈ മൊബൈൽ മൗസ് ആണെന്ന് വിചാരിക്കും, ഈ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് വോളിയം പോകും. ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ വോളിയം കൂടും, താത്തി കഴിഞ്ഞാൽ വോളിയം കുറയും. അതനുസരിച്ച് മൂവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് എയർ മൗസ്. ഓക്കെ, ഇതിനകത്ത് മെക്കാനിക്കൽ മൗസിന് എപ്പോഴും ക്ലീനിങ് ആവശ്യമാണ്. ഓപ്റ്റിക്കൽ മൗസ് ആണെങ്കിലോ മെയിൻ്റനൻസ് ഒന്നുമില്ല. കേടായി നമുക്ക് റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ. മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. അടുത്ത ട്രാക്ക് ബോൾ ആണ്. ട്രാക്ക് ബോൾ ഇസ് എ സ്റ്റേഷനറി ഡിവൈസ് വിത്ത് എ ബോൾ ഓൺ ടോപ്പ്. ഈ ബോളിന്റെ മുകളിലാണ് ബോൾ, താഴെയല്ല, മുകളിലാണ് ബോൾ. അപ്പോൾ നമുക്ക് കൈ വെച്ച് ബോൾ മൂവ് ചെയ്യാം.
ചില യൂസേഴ്സിനൊക്കെ ഈ ട്രാക്ക് ബോൾ കൺട്രോൾ ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നുക. കാരണം ബോൾ അടിയിലല്ല, മോളിൽ ഈ റെഡ് കളർ കാണുന്നുണ്ടല്ലോ, അത് മാത്രം മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. വിച്ച് ഈസ് നോൺ ആസ് എ ട്രാക്ക് ബോൾ. ഫംഗ്ഷൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ മൗസ്. അത് ടച്ച് പാഡാണ്. ടച്ച് പാഡ് ലാപ്ടോപ്പ് കണ്ടിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനൊരു ടച്ച് സെൻസർ. ഞാൻ ഈ മൂവിന്നൊക്കെ ടച്ച് പാഡ് വെച്ചിട്ടാണ്. ഇറ്റ്സ് എ സ്മോൾ റെക്ടാങ്കുലർ ടച്ച് സെൻസിറ്റീവ് പാഡ് ആൻഡ് ബട്ടൺസ് ബിലോ ഇറ്റ്. താഴെ 2 ബട്ടൺ ഉണ്ടാവും. ചിലതിന് ബട്ടൺ ഉണ്ടാവില്ല, പക്ഷെ ബട്ടന്റെ ഫംഗ്ഷനോട് ഞെക്കിയാൽ വർക്ക് ചെയ്യും. ഇപ്പോൾ ഓൾഡർ ടൈപ്പ് ലാപ്ടോപ്പിലാണെങ്കിൽ 2 ബട്ടൺസ് ഉള്ളൂ. പുതിയ വരുന്ന ലാപ്ടോപ്പിൽ അങ്ങനെ ബട്ടൺസ് ഒന്നുമില്ല. ഇപ്പം എൻ്റെ ഇരിക്കുന്ന ലാപ്ടോപ്പിലും ബട്ടൺസ് ഒന്നുമില്ല. പക്ഷേ അവിടെ ഞെക്കി കഴിഞ്ഞാൽ ബട്ടൺസ് അതേ സ്ഥലത്തെ ബട്ടൺ ഉള്ള പോലെ ആണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടച്ച് പാഡ് വെച്ച് മൂവ് ചെയ്യുക. ഞെക്കണമെങ്കിലോ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ പൊസിഷനിൽ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ആയി. ഓക്കെ. ഇത് ടച്ച് പാഡ് സാധാരണ നോട്ട്ബുക്ക് കമ്പ്യൂട്ടറിൽ, നെറ്റ്ബുക്സിൽ, ടാബ്ലറ്റ് പി സിയിലൊക്കെ ആയിരിക്കും ടച്ച് പാഡ് ഉണ്ടാവുക. ഇത് ഫംഗ്ഷൻ പിന്നെ ടച്ച് പാഡ് ഉപയോഗിച്ച് പഠിച്ചപ്പോൾ നമുക്ക് മൗസിന്റെ ആവശ്യമില്ല. മൗസിന്റെ അതേ ഫംഗ്ഷൻസ് എല്ലാം ടച്ച് പാഡ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. അത് ജോയ്സ്റ്റിക് ആണ്. ഇപ്പൊ ഗെയിം കളിക്കുന്നവർക്കൊക്കെ അറിയാം ജോയ്സ്റ്റിക്കിന്റെ ഉപയോഗം എന്താണെന്ന്. ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ജോയ്സ്റ്റിക്ക്. ഓക്കെ. ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് pointy device primarily used in gaming. It consists of a vertically mounted stick that can be tilted in a direction. ഈ മുകളിൽ സാധനം കണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വളയ്ക്കാൻ പറ്റും. ഓക്കെ. താഴെ ചെറിയ ബട്ടൺസ് ഉണ്ട്, കാണാമോ? ബട്ടൺസ്. ബേസിലുള്ള ബട്ടൺസ് ഉപയോഗിച്ച് നമുക്ക് പല ആക്ഷൻസും പെർഫോം ചെയ്യാൻ പറ്റും. ഷൂട്ട് ചെയ്യുക, ഗെയിമിൽ ജമ്പ് ചെയ്യുക, അങ്ങനെ കുട്ടികളെ കളിക്കുമ്പോൾ കുട്ടികളൊക്കെ പലർക്കും ഉണ്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. ഗെയിം, അല്ലെങ്കിൽ നമ്മൾ ലുലു മാൾ പോലെ സ്ഥലത്തൊക്കെ പോയാൽ ഗെയിം കളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ഉപയോഗിക്കുന്ന ഗെയിം കൺട്രോൾ ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്. അതിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളൂ, നിങ്ങളിതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഡിജിറ്റൈസിങ് ടാബ്ലറ്റ് ആണ്. ഡിജിറ്റൈസ്ഡ് ടാബ്ലറ്റ് ഇസ് എ ഡ്രോയിങ് ടാബ്ലറ്റ്, ഓൾസോ നോൺ ആസ് എ ഡിജിറ്റൈസ്ഡ് ടാബ്ലറ്റ്, is a specialized type of touchpad designed for drawing. ഈ പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് ഡ്രോ ചെയ്യാം, സ്ക്രീനിൽ വരയ്ക്കുകയോ ചെയ്യാം. ആർട്ടിസ്റ്റിൽ വരയ്ക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ എന്തെങ്കിലും എഴുതി കാണിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിജിറ്റൈസ്ഡ് ടാബ്ലറ്റ് ആണ്. ഐ ക്യാൻ ഷോ ഇറ്റ് ടു യു. Can you see this? This is a digitizing tablet. ബാക്കി ഇങ്ങനെ ഉണ്ടാവും. ഒരു കേബിൾ ഉണ്ടാവും. കേബിൾ USB പോർട്ടാണ്. അത് കേബിളിൽ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് നമുക്ക് കണ്ടോ എഴുതാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതിൽ ഇങ്ങനെ എഴുതുന്ന കാണാമല്ലോ, ഞാൻ കുത്തി വരച്ചേക്കാണ്. അതെല്ലാം നമുക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റും. ഇതിൽ വരയ്ക്കുന്നത് അങ്ങനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് എന്തെങ്കിലും എഴുതി പഠിപ്പിക്കണമെങ്കിൽ, എഴുതി കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇത് എഴുതിയാൽ മതി. ദിസ് ഇസ് നോൺ ആസ് എ ഡിജിറ്റൈസിങ് ടാബ്ലറ്റ്. ഇതിൽ ഉപയോഗിക്കുന്ന പേന കണ്ടോ? ദിസ് ഇസ് എ പെൻ. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അതേ പേന പോലെ അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന അതേ പേനയാണത്. ഓക്കെ. ഇതേ പേനയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പെന്നാണ്. സ്റ്റൈലസും പെന്നും പെന്നും സിമിലർ ആണ്. സ്റ്റൈലസ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ചെറുതായിരിക്കും. ചില മൊബൈലിലൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റൈലസ് എന്ന് പറയുന്നത്. ഇത് ഡ്രോയിങ് പെന്നാണ്. ഇത് കുറച്ചുകൂടി വലുതാണ്. ഇതിനകത്ത് കാണാമോ എന്നറിയില്ല. ചെറിയൊരു 2 ബട്ടണൊക്കെ ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യാനൊക്കെ ഈ ബട്ടൺ ഉപയോഗിക്കാം. ഓക്കെ. ദിസ് ഈസ് യൂസ് ഫോർ ഡ്രോയിങ്. നമുക്ക് പിക്ചറൊക്കെ വരച്ച് അതുപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. എനിക്ക് പടം വരയ്ക്കാനൊന്നും അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് പടമൊക്കെ ഇത് വെച്ച് വരയ്ക്കാൻ പറ്റും. ഓക്കെ. ഇത് സ്റ്റൈലസ് ആൻഡ് ഡിജിറ്റൽ പെൻ. സ്റ്റൈലസ് ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ ഈ കാണുന്നത് പെന്നാണ്. ഇതിനേക്കാൾ ചെറുതായിരിക്കും. ഇതേപോലെ തന്നെ ഉണ്ടാവും, പക്ഷെ ഇത്രയും തിക്നെസ് ഉണ്ടാവില്ല. കുറച്ചുകൂടി ചെറുതായിരിക്കും സ്റ്റൈലസ്. ഡിജിറ്റൽ പെൻ ഇസ് സ്ലൈറ്റ്ലി ലാർജർ ദാൻ സ്റ്റൈലസ്. ഓക്കെ. അതിന് കുറച്ചുകൂടി ഫംഗ്ഷനാലിറ്റി, സ്റ്റൈലസിനേക്കാളും കുറച്ചുകൂടി ഫംഗ്ഷനാലിറ്റി ആണ്. ഞാൻ പറഞ്ഞു ഇവിടെ 2 കീസ് ഉണ്ട്. നമ്മൾ മൗസിലേക്ക് ഞെക്കുന്ന പോലെ 2 കീസ് ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. മീൻസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഫംഗ്ഷൻസ്, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറേസ് ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ എഴുതാൻ പറ്റും. ഇറേസ് ചെയ്യണമെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിലും ഈ കീസ് തന്നെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെയൊക്കെ പ്രഷർ സെൻസിറ്റീവ് ആണ്. നമ്മൾ ഞെക്കുന്ന അനുസരിച്ചിട്ട് എത്ര തിക്കിൽ വരുന്നുള്ളതൊക്കെ പ്രഷർ സെൻസിറ്റീവ് ഇങ്ക് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. I'll just read it out. Stylus is a small metal or plastic device that looks like a tiny ink pen, but uses pressure instead of ink. എത്ര പ്രഷറിലാണോ അതനുസരിച്ച് തിക്കഡായിട്ട് ലൈൻ തരും. ഇങ്ക് ഇല്ല, നമ്മൾ പ്രഷർ അനുസരിച്ചിട്ടാണ് അതിന്റെ ഇങ്കിന്റെ തിക്നെസ് അവിടെ സ്ക്രീനിൽ ക്ലിയർ ആവുന്നത്. സ്പീക്കറിലുണ്ട്. സ്മാർട്ട് ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റൈലസ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വെച്ച് ഡിജിറ്റൽ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതാണ്. Okay, remote control. The same remote control which you are using in TV. It's a handheld device which is used to control a machine from short distance.
It needs line of sight in order to send signals to the receiving device. ഫർണിച്ചറോ വാൾസോ ഒക്കെ ഇടയിൽ ഇരുന്ന് സിഗ്നൽ ബ്ലോക്ക് ആവും. നമ്മൾ ടി വിയിലൊക്കെ ഓൺ ആക്കുമ്പോൾ നേരിട്ട് ടി വി ആയിട്ട് കണക്റ്റഡ് ആണ്. റിമോട്ട് കൺട്രോളിൽ ലൈൻ ഓഫ് സൈറ്റ് കണക്ഷൻസ് വേണം. അത് സെൻസറി ഇൻപുട്ട് ആണ്. സെൻസറി ഇൻപുട്ട് നമ്മൾ ജസ്റ്റ് കവർ ചെയ്തിരുന്നു. സെൻസേഴ്സ് ഉപയോഗിച്ച് ഇൻപുട്ട് കൊടുക്കുക. ഇപ്പോൾ പല പോർട്ടബിൾ ഡിവൈസ്, പോർട്ടബിൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ, പോർട്ട് ചെയ്യാൻ പറ്റുക, മൂവ് ചെയ്യാൻ പറ്റുക. മൊബൈൽ ഡിവൈസസ് പോർട്ടബിൾ ഡിവൈസ്. പോർട്ടബിൾ ഡിവൈസസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ് ഹാവ് ദിസ് ഇൻപുട്ട് ടെക്നോളജി. അത് ഉപയോഗിച്ച് നമുക്ക് ഡയറക്ഷൻസ്, മോഷൻസ്, ലൊക്കേഷൻസ് ഒക്കെ അറിയാൻ പറ്റും. സാധാരണ സിസ്റ്റത്തൊക്കെ GPS ഉപയോഗിച്ചിട്ടാണ് എവിടെയാണ് നമ്മുടെ ടവർ ഉള്ളത് എന്നാൽ GPS ഉപയോഗിച്ച് നമ്മുടെ ഡിവൈസ് എവിടെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ടു ഡിറ്റക്ട് യുവർ ലൊക്കേഷൻ GPS ഈസ് യൂസ്ഡ്. ആക്സിലോമീറ്റർ എന്നൊരു സംഭവം ഇതിനുള്ളിലുണ്ട്. ദാറ്റ് ടെൽസ് യു ഹൗ ഫാസ്റ്റ് യു ആർ മൂവിങ്. നമ്മൾ മൂവ് ചെയ്യുന്ന എത്ര ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അറിയാനായിട്ട് ആക്സിലോമീറ്റർ ഉപയോഗിക്കും. ഓടാനൊക്കെ ഇത് ഉപയോഗിക്കുന്ന ഈ സംഭവം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സെക്കൻഡ് ഇസ് എ കോമ്പസ് വിച്ച് റിപ്പോർട്ട് കോമ്പസ് ഈസ് യൂസ് ടു റിപ്പോർട്ട് വിച്ച് ഡയറക്ഷൻ യു ആർ ഫേസിങ്. ഏത് ഡയറക്ഷനിലേക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന അറിയാനായിട്ട് കോമ്പസ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഗ്ലൈറോസ്കോപ്പ് എന്നൊരു സംഭവം, ഒരു ഡിവൈസ് ഉണ്ട്. ദാറ്റ് ഈസ് യൂസ് ടു റിപ്പോർട്ട് ദ ഓറിയന്റേഷൻ ഓഫ് എ ഡിവൈസ്. നമ്മുടെ ഡിവൈസ്, നമ്മൾ സാധാരണ ഫോൺ ഇങ്ങനെ വെക്കുമ്പോൾ ഇൻഫർമേഷൻ ഇങ്ങോട്ട് വരും, ടിൽറ്റ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ ചേഞ്ച് വരും. അത് ഫോൺ തിരിയുന്നുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലൈറോസ്കോപ്പ് ആണ്. This gyroscope is used to identify the orientation device. സാധാരണ നമ്മൾ എന്തെങ്കിലും ഇമേജ്, എന്തെങ്കിലും ഡോക്യുമെന്റ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് പോർട്രേറ്റ് ആയിട്ട് വേണേൽ വായിക്കാം, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വേണേൽ വായിക്കാം. ഫോൺ തിരിയുന്നതനുസരിച്ച് ഇൻഫർമേഷൻ തിരിയുന്നത് ഈ ഗ്ലൈറോസ്കോപ്പ് വെച്ചിട്ടാണ്. നെക്സ്റ്റ് is scanners and reading devices. Scanner digitizes hard copy photos and documents and stores them electronically. Okay, scanner work by shining a bright light on the surface of the page and measuring the amount of light that bounces back from it using a photosensitive charge coupled device. Lighter areas bounce back more light than the darker areas. സ്കാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം സ്കാനേഴ്സ് ഉണ്ട്. നമ്മൾ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനാണ് സ്കാനേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന ചാർജ് കപ്പിൾ ഡിവൈസ് ആണ് CCD. CCD ഉപയോഗിച്ച് എത്രമാത്രം ലൈറ്റ് തിരിച്ചു വരുന്നു എന്നനുസരിച്ചിട്ടാണ് അത് സ്കാൻ ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റർ ഏരിയാസ് ബൗൺസ് ബാക്ക് മോർ ലൈറ്റ്. നമുക്ക് ഏരിയയിൽ ലൈറ്റ് മീൻസ് വളരെ അധികം കറുപ്പൊന്നുമില്ലാത്ത ഏരിയ ആണെങ്കിൽ കൂടുതൽ ലൈറ്റ് കിട്ടും, ഡാർക്കർ ഏരിയ ആണെങ്കിൽ കുറച്ച് ലൈറ്റേ കിട്ടുള്ളൂ. ഇതനുസരിച്ചാണ് നമ്മൾ CCD ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ഫോർ കളർ സ്കാനിങ് മൾട്ടിപ്പിൾ സെൻസേഴ്സ് ആർ യൂസ്ഡ്, ഈച്ച് വൺ പിക്കിംഗ് അപ്പ് ഡിഫറെന്റ് കളർ, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓരോ കളറിനും ഓരോ സെൻസേഴ്സ് ഉപയോഗിക്കും. Devices that can capture data directly from the source document include optical scanners, optical readers, barcode readers, RFID readers, magnetic stripe card readers, and magnetic ink character recognition readers. We'll go through one by one. This is scanner, optical scanner. Optical scanner. This is a flatbed scanner. അതായത് പേപ്പറൊക്കെ ഫ്ലാറ്റ് ആയിട്ട് വെച്ച് സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് flatbed scanner. Okay. It has a large flat glass surface on which the page to be scanned is placed. A sensor and light bar moves beneath it to capture the image. ഇതിന്റെ താഴെ, ഈ പേപ്പർ താഴെയായിട്ട്, ഈ ഡിവൈസ് താഴെയായിട്ട് ഒരു സെൻസറും ഒരു ലൈറ്റ് ബാറും ഉണ്ടാവും. നമുക്കറിയാം, സ്കാൻ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ബാർ ഇങ്ങനെ മുകളിൽ താഴെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും, ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഈ ലെവലിൽ ലൈറ്റ് ബാർ ഉണ്ടാവും, അതിങ്ങനെ താഴെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, സെൻസറും ഒരു ലൈറ്റ് ബാറും ഉണ്ട്. ഇത് ഉപയോഗിച്ചാണ് സ്കാൻ ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് എന്താ, ലൈറ്റ് സെൻസിങ് ഇൻപുട്ട് ഡിവൈസ് ആണ്. ദാറ്റ് റീഡ്സ് പ്രിന്റഡ് ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് ആൻഡ് ദെൻ ട്രാൻസ്ലേറ്റ് ദ റിസൾട്ട് ബാക്ക് ഇൻ ടു ദ ഫോം കമ്പ്യൂട്ടർ ക്യാൻ പ്രോസസ്. അത് ഈ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റിൽ എന്തെല്ലാം ഡാറ്റ പ്രിന്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ഫോട്ടോകോപ്പി മെഷീൻ വർക്ക് ചെയ്യുന്ന എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഫോട്ടോകോപ്പി മെഷീൻ നമുക്ക് സേവ് ചെയ്യാനോ അത് മാറ്റാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് flatbed scanner, we can modify the appearance, store it in somewhere, print it, fax it, ഇമെയിലിലേക്ക് അറ്റാച്ച് ചെയ്യാം, അങ്ങനെ മറ്റു ഡോക്യുമെന്റിലേക്ക് അറ്റാച്ച് ചെയ്യാം, വെബ്സൈറ്റിലേക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം, ഫോട്ടോ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസും സ്കാനർ ആകുന്നുണ്ടാവും. ഫോട്ടോ കോപ്പിയിലാണെങ്കിൽ ഫോട്ടോ കോപ്പി ചെയ്ത് പേപ്പർ തിരിച്ചു തരിക മാത്രമേ ചെയ്യുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇമേജ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാം, ആ ഇമേജ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ഓപ്റ്റിക്കൽ റീഡേഴ്സ് ആണ്. Optical reader is a device that uses light source to read characters, marks, and codes
and then converts them into digital data computer can process. ഇവിടെ ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ച് പലതരം സംഭവങ്ങൾ റീഡ് ചെയ്യുക. എന്ത് റീഡ് ചെയ്യുന്നു അതനുസരിച്ച് പേര് മാറിക്കൊണ്ടിരിക്കും. ഇതിനകത്തുള്ള രണ്ട് പ്രധാന ടെക്നോളജിയാണ് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റീഡറും ഓപ്റ്റിക്കൽ മാർക്ക് റീഡറും. ഓപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് പറയുന്ന വേറെ പേരാണ് OCR. പല സ്കാനറിന്റെ കൂടെ OCR സോഫ്റ്റ്വെയർ ഉണ്ടാവും. OCR എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സ്കാൻഡ് ഇമേജിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫോട്ടോ ആയിട്ടല്ല വരിക. നമ്മളിപ്പോൾ സപ്പോസ് നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ നോട്ട്സ് ഒക്കെ എഴുതുന്നു, ഫോട്ടോ എടുക്കുന്നു, ആ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് പറയും. ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ ഹാൻഡ് റിട്ടൺ ക്യാരക്ടർ റീഡർ എന്ന് പറയും. ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. OCR സ്റ്റാൻഡ്സ് ഫോർ പ്രിന്റഡ് ക്യാരക്ടർ റെക്കഗ്നേഷൻ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് സ്കാൻ ചെയ്തു, അത് ഇമേജ് ആയിട്ട് ഫോട്ടോ ആയിട്ടാണ് വരിക. ആ ഫോട്ടോയുടെ ഓരോ ക്യാരക്ടറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റീഡറായി. ഓക്കെ. സെക്കൻഡ് ഈസ് ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ, OMR റീഡർ. നമ്മൾ പരീക്ഷകൾക്കൊക്കെ നടക്കുമ്പോൾ OMR റീഡറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് പല സ്ഥലത്തും സ്മോളർ സർക്കിൾസും റെക്ടാങ്കിൾസും ഒക്കെ എല്ലാം മാർക്ക് ചെയ്യും. ഈ മാർക്ക് റീഡ് ചെയ്യാൻ പറ്റുക, എവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് റീഡ് ചെയ്യാൻ പറ്റുക, അതാണ് ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഓക്കെ. സർവേക്ക്, ടെസ്റ്റ് പേപ്പറിന്, ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ, ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിലൊക്കെ OMR റീഡറാണ് ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെയുള്ള ഒരു റീഡറാണ് ബാർകോഡ് സ്കാനർ. ബാർകോഡ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് വരുന്നത്. Barcodes are vertical stripes of varying width and spaces that represent numeric values. നമ്പേഴ്സ് അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സംഭവമാണ് ബാർകോഡ്. ബാർകോഡ് റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ബാർകോഡ് റീഡർ. അടുത്ത QR കോഡ് സ്കാനർ ആണ്. QR കോഡ് എന്ന് പറയാം ഇതേപോലെ ഇരിക്കും. QR കോഡ് നമ്മൾ വാട്സപ്പ് വെബിലേക്ക് കണ്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല സാധാരണ ബുക്സിന്റെ പുറകിലൊക്കെ QR കോഡ് ഉണ്ട്. QR കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2-sided ബാർകോഡ് എന്ന് പറയാം. 2-dimensional ബാർകോഡാണ്. QR stands for Quick Response Code. Okay. സ്റ്റാൻഡേർഡ് ബാർകോഡ് ഒരു ഡയറക്ഷനിൽ ഡാറ്റ ഉണ്ടാവുള്ളൂ. ഇവിടെ രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. ഇറ്റ് ഇസ് എ 2-dimensional barcode. QR code can store more data than a barcode, making them more useful by providing more information about an item. ഇത് മാഗ്നറ്റിക് സ്ട്രൈപ്പ് കാർഡ് റീഡർ ആണ്. നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ, ATM കാർഡിലൊക്കെ ഉപയോഗിക്കുന്ന ഈ സംഭവമാണ് മാഗ്നറ്റിക് ഇങ്ക്. മാഗ്നറ്റിക് സ്ട്രൈപ്പ് റെക്കഗ്നൈസ് ചെയ്യുന്ന കാർഡ് റീഡറാണ് മാഗ്നറ്റിക് സ്ട്രിപ്പ് കാർഡ് റീഡർ. ഓക്കെ. this will be on back of credit cards, entertainment cards, bank cards, and other similar cards. This stripe contains information of identifying owner of the card and the card issuer. കാർഡിന്റെ ഓണറിന്റെ പേര്, അക്കൗണ്ട് നമ്പർ, എക്സ്പയറേഷൻ ഡേറ്റ്, കൺട്രി കോഡ് എല്ലാം ഈ മാഗ്നറ്റിക് സ്ട്രിപ്പിൽ ഉണ്ടാവും. ഒരു പേഴ്സൺ മാഗ്നറ്റിക് കാർഡ്, ഈ സ്ട്രിപ്പ് കാർഡ് സ്ട്രൈപ്പ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ എല്ലാം റീഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഔതന്റിക് ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. അപ്പൊ ഈ ദിസ് ഇസ് എ മാഗ്നറ്റിക് സ്ട്രിപ്പ്. ഇതിന് കേട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഇത് സ്ക്രാച്ച് വന്നാലോ ഡർട്ട് വന്നാലോ മീൻസ് ചെളിയോ ഇതൊക്കെ വന്നാലോ ഇറേസ് ചെയ്താലോ നമുക്ക് ഡാറ്റ ഇൻഫർമേഷൻ റീഡ് ചെയ്യാൻ പറ്റില്ല. സോ വി ഷുഡ് കീപ് ഇറ്റ് ഇൻ എ സേഫ് കസ്റ്റഡി. ഓക്കെ. അതേപോലെ മാഗ്നറ്റുമായിട്ട് ഇതിന് ഒരു റിയാക്ഷൻ, മാഗ്നറ്റ് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് ഫീൽഡ് ഉപയോഗിച്ച് ഇതിന്റെ ഡാറ്റ മാറ്റാൻ പറ്റും, കണ്ടന്റ് ഇറേസ് ചെയ്യാൻ പറ്റും. അപ്പൊ മാഗ്നറ്റിന്റെ അടുത്തൊന്നും ഈ കാർഡ് വെക്കാതിരിക്കുക. അടുത്ത RFID ചിപ്പ് റീഡർ ആണ്, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ് റീഡർ. അത് ഐറ്റംസിന്റെ കൂടെ ചിപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ, നമ്മൾ ക്ലോത്ത് സ്റ്റോറിലൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അതിനകത്തൊരു ടാഗ് ഇട്ടിട്ടുണ്ടാവും. പലരും ഇപ്പോൾ റിലയൻസോ അല്ലെങ്കിൽ അതുപോലെ പല സ്ഥലത്തും പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണെങ്കിൽ മാക്സ് പോലത്തെ സ്ഥലത്ത് പോയി വെച്ചിട്ട് കഴിഞ്ഞാൽ മിക്കവാറും കടയിൽ കാണും, കല്യാണം എല്ലാ സ്ഥലത്തും തന്നെ കാണും, ഒരു ബുക്ക് നമ്മുടെ ഡ്രസ്സിന്റെ കൂടെ ഒരു ടാഗ് അടിച്ചിട്ടുണ്ടാവും. ആ ടാഗിൽ ഒരു RFID കാർഡ് ഉണ്ട്, ഒരു ചിപ്പ് ഉണ്ട്, ഉണ്ട്. അപ്പൊ നമുക്കത് എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റില്ല. എടുത്തുകൊണ്ട് വരുമ്പോൾ ഉടനെ ബീപ് ബീപ്പ് സൗണ്ട് ഉണ്ടാവും. ഇതിന്റെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വേണ്ട, ലൈനേഴ്സ് ആയിട്ട് ട്രാൻസ്മിഷൻ വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഈ കാറ്റിൽസിലൊക്കെ നിങ്ങൾ പശുവിനെ വളർത്തുന്നതെന്ന് അറിയില്ല, പശുവിന്റെ ഒക്കെ ചെവിയിൽ കമ്മലടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കമ്മലിലൊക്കെ ഈ RFID ടാഗ് ഉണ്ടാവും. ഈ ടാഗ് ഉപയോഗിച്ച് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആരെങ്കിലും എവിടെയൊക്കെ ലോസ്റ്റ് ആയി ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഈ ടാഗ് ഉപയോഗിക്കാൻ പറ്റും. അത് MICR റീഡേഴ്സ് ആണ്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ. MICR, devices read text printed with magnetic ink.
MICR reader converts MICR characters into a form the computer can process. ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ചെക്കിന് വേണ്ടി ചെക്ക് പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് MICR റീഡർ. ഓക്കെ, ലോവർ ലെഫ്റ്റ് ഉണ്ട് ദ ബാങ്കിന്റെ നമ്പേഴ്സ്, ബാങ്കിന്റെ റൂട്ടിംഗ് നമ്പർ, അക്കൗണ്ട് നമ്പർ, ചെക്ക് നമ്പർ, എമൗണ്ട് റീഡ് ചെയ്ത ശേഷമാണ് നമ്മളത് റെക്കഗ്നൈസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അടുത്ത ഡിജിറ്റൽ ക്യാമറയാണ്. ഡിജിറ്റൽ ക്യാമറ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ട്രഡീഷണൽ ഫിലിം ഉപയോഗിക്കുന്നില്ല. വി ആർ യൂസിങ് ഫോട്ടോഗ്രാഫിക് ഇമേജസ്. There are three basic types of digital cameras: studio camera, field camera, and point and shoot camera. The most expensive and highest quality of three are studio camera. Studio ക്യാമറയാണ് ഏറ്റവും കോസ്റ്റ്ലി. സ്റ്റേഷനറി ക്യാമറയാണ് പ്രൊഫഷണൽ സ്റ്റുഡിയോ വർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. Field camera is a portable camera that has many lenses and other attachment. Okay, ഫീൽഡ് ക്യാമറയും എക്സ്പെൻസീവ് ആണ്. പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ് നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ, നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെറിയ ക്യാമറ, ഫോട്ടോഗ്രാഫ് ഇമേജസ് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ക്യാമറയാണ് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ. ദിസ് ഇസ് ദ എക്സാമ്പിൾ ഓഫ് എ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ. എന്താ ചെയ്യുന്നത്? പോയിന്റ് ദ ഇമേജ് ടു ഫോട്ടോഗ്രാഫ് ആൻഡ് ടേക്ക് ദ പിക്ചർ. Light passes the lens into the camera. Light passes into the lens of the camera. Lens കൂടെ ലൈറ്റ് പാസ് ചെയ്യും. The image is focused on a chip called charge coupled device. Okay, the CCD generates analog signals that represent the image. This analog signal is converted into digital signal by analog to digital converter. A processor in the camera adjusts the quality of the image and usually stores the digital photo on the media inside the camera. ക്യാമറയുടെ അകത്തൊരു ചിപ്പ് ഉണ്ടാവും, അതിലാണ് നമ്മൾ ഫോട്ടോ എല്ലാം സ്റ്റോർ ചെയ്യുക. ഇവിടെ യൂസ് ചെയ്യുന്ന ഡിവൈസിന്റെ പേര് ചാർജ് കപ്പിൾ ഡിവൈസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് എവിടെ CCD കേട്ടേക്കണേ? സ്കാൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അതേപോലത്തെ ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. CCD അനലോഗ് സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അനലോഗ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽ 0 ഉം 1 ഉം മാത്രമുള്ള സിഗ്നലാണ് ഡിജിറ്റൽ സിഗ്നൽ. റിയൽ വേൾഡിലുള്ള എല്ലാ ഡാറ്റയും അനലോഗ് ആയിരിക്കും. സൗണ്ട് ആണ്, എനിത്തിങ് വിച്ച് വി ആർ സേയിങ് അബൌട്ട് ദ റിയൽ വേൾഡ്, ദേ ആർ അനലോഗ്. അപ്പൊ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിന്റെ പേരാണ് ADC, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ഓക്കെ, ഒരു ക്യാമറയ്ക്കകത്തൊരു പ്രോസസ്സർ ഉണ്ട്, അത് ഇമേജിന്റെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യും, എന്നിട്ട് ഫോട്ടോ എടുക്കും. ഫോട്ടോ നമ്മൾ നമ്മുടെ ഇമേജിന്റെ ഡിവൈസിനകത്തുള്ള ഒരു മീഡിയയിൽ പ്ലേസ് ചെയ്യും. ഒരു കാർഡ് ഉണ്ട്, കാർഡിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, ക്യാമറയിൽ നിന്ന് നമുക്ക് ഇമേജിന്റെ ഫോട്ടോ കോപ്പി എല്ലാം ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യാം. വേർ വി ക്യാൻ എഡിറ്റ് സോഫ്റ്റ്വെയർ, ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ഫാക്സ് ചെയ്യാം, മെയിൽ ചെയ്യാം, മറ്റു അക്കൗണ്ടിലേക്ക് ഇടാം, നമുക്ക് വെബിലേക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു ഫാക്ടറാണ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ മീൻസ് നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പിക്സൽസ് ഇൻ ദ ഡിവൈസ്. റെസൊല്യൂഷൻ കൂടുന്നതനുസരിച്ച് ക്വാളിറ്റി കൂടും. അപ്പൊ എത്രമാത്രം റെസൊല്യൂഷൻ കൂട്ടിയെടുക്കാമോ അത്രയും നല്ല ക്വാളിറ്റി ആയിരിക്കും. അപ്പൊ എന്തുവാണ്, കൂടുതൽ സ്പേസ്, റെസൊല്യൂഷൻ കൂടുന്നതനുസരിച്ചിട്ട് ഈ ഫോട്ടോയുടെ സൈസും കൂടും. സൈസ് കുറച്ചാൽ റെസൊല്യൂഷൻ കൂടും. Picture element, pixel is the smallest element in a digital image. The greater the number of pixels the camera uses to capture the picture, the better will be the quality of the picture. അത് മനസ്സിലാവുമല്ലോ. നമ്മൾ എന്തുമാത്രം ഡാറ്റ ഉപയോഗിച്ചാണ് ഈ പിക്സൽ എടുക്കുന്നത്, എന്തുമാത്രം പിക്സൽ ഉണ്ടോ അത് എത്രയും ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, അടുത്ത മൈക്രോഫോൺ ആണ്. മൈക്രോഫോൺ എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന അതിനകത്ത് മൈക്രോഫോൺ ഉണ്ട്. മൈക്രോഫോൺ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്നതാണ് മൈക്രോഫോൺ. നമ്മുടെ വോയിസ് ഇൻപുട്ട് റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് മൈക്രോഫോൺ. ദിസ് ഈസ് എ മൈക്രോഫോൺ. യു ഹാവ് ടു ഫിഗേഴ്സ്. ദിസ് ഈസ് എ മൈക്രോഫോൺ. ഓക്കെ, ഇതിനകത്ത് ഹെഡ്ഫോൺ വിത്ത് മൈക്രോഫോൺ, ഇതാണ് മൈക്രോഫോൺ. ഇത് ഹെഡ്സെറ്റ്. സ്പീക്കർ കം മൈക്രോഫോൺ ഈ വന്നേക്കുന്നത്, അത് മൈക്രോഫോൺ മാത്രമേ ഉള്ളൂ. ഇത് ഇതിന് വേണ്ടിയിട്ട് വോയിസ് ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, വോയിസ് ഇൻപുട്ട് എന്തെല്ലാം നമുക്ക് ഉപയോഗിക്കാം? വോയിസ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഏത് സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ സാധാരണ വോയിസ് ഉപയോഗിച്ച് ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറിലൊക്കെ വോയിസ് ഉപയോഗിച്ച് സംസാരിക്കാം. ഗൂഗിൾ അസിസ്റ്റന്റിനെ വിളിക്കാം, അലക്സയെ വിളിക്കാം, അതിനൊക്കെ നമുക്ക് വോയിസ് ഇൻപുട്ട് ഉപയോഗിക്കാം. ഓക്കെ, just read it out. Voice input includes instant messaging that supports voice conversations, chat rooms, voice chats, voice over IP,
That means voice over internet, voice recognition, etc. Voice recognition is also known as speech recognition. Is computer's ability of distinguishing spoken words. നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്നതിനാണ് വോയിസ് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പല സ്ഥലത്തും സെർച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ വോയിസ് സംസാരിച്ചാൽ മതി. വോയിസ് സംസാരിച്ചത് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് സെർച്ച് ചെയ്യും. ദാറ്റ് ഇസ് നോൺ ആസ് വോയിസ് റെക്കഗ്നേഷൻ. ഓക്കെ, അടുത്തൊരു സംഭവമാണ് ഓഡിയോ ഇൻപുട്ട്. ഓഡിയോ ഇൻപുട്ടിന്റെ ഒരു വോയിസ് ഇൻപുട്ട്, ഓഡിയോ ഇൻപുട്ട് ഇസ് സൂപ്പർ സെറ്റ് ഓഫ് വോയിസ് ഇൻപുട്ട്. ഓഡിയോ ഇൻപുട്ടിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് വോയിസ് ഇൻപുട്ട്. ഓഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സൗണ്ട് ആണ്. ദാറ്റ് ക്യാൻ ബി ഫ്രം ദ വോയിസ്, ഫ്രം ദ സ്പീച്ച്, മ്യൂസിക് ആൻഡ് അതർ എക്സ്റ്റേണൽ ഡിവൈസസ് ജസ്റ്റ് ഗിറ്റാർസ്, ഹാർമോണിയം, ഡ്രംസ് എക്സെട്ര. ദാറ്റ് ഇസ് നോൺ ആസ് ഓഡിയോ ഇൻപുട്ട്. ഓക്കെ, അടുത്ത ഡിവൈസ് ആണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഡിജിറ്റൽ ഇന്റർഫേസ്, മിഡി. മിഡി എന്താ, മ്യൂസിക്കൽ ടൂൾസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോട്ടോകോൾ ആണ് മിഡി. Okay, it's a protocol developed in 1980s which allows electronic instruments to communicate with each other. ഇത് കണ്ടോ, മിഡി ഉപയോഗിച്ച കീബോർഡ് ആണ്. ദിസ് ഇസ് എ മിഡി കീബോർഡ്. അടുത്ത വീഡിയോ ഇൻപുട്ട് ആണ്. നമ്മൾ വോയിസ് ഇൻപുട്ട് ചെയ്ത പോലെ വീഡിയോ നമ്മൾ പിക്ചർ വഴി ഇൻപുട്ട് കൊടുക്കുക. വീഡിയോ ഇൻപുട്ട് ഇസ് എ പ്രോസസ് ഓഫ് ക്യാപ്ചറിംഗ് full motion images and storing them on a computer storage medium such as hard disk or optical disk. Some video devices uses analog video signal. ഇപ്പോൾ ഓൾമോസ്റ്റ് റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ഒക്കെ അനലോഗ് ആയിരിക്കും. ചില ഡിജിറ്റൽ വീഡിയോ എടുക്കുന്നുണ്ട്, ഡിജിറ്റൽ വീഡിയോ ക്യാമറയുണ്ട്. ദാറ്റ് പ്രൊവൈഡ്സ് ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. സിഗ്നൽസ് എല്ലാം ഡിജിറ്റൽ ആയിരിക്കും, അനലോഗ് ആയിരിക്കത്തില്ല. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് വീഡിയോ ഇൻപുട്ട് ആർ വെബ് ക്യാം. എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെബ് ക്യാം കൂടിയാണ്. വെബ് ക്യാം ഇസ് എ വീഡിയോ ഇൻപുട്ട്. മൈ ഫേസ് ഇസ് ക്യാപ്ചേർഡ് ത്രൂ ദ വെബ് ക്യാം. എൻ്റെ മുഖം വെബ് ക്യാം എനിക്കൂടെ ഇൻപുട്ടായി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാൻ പറ്റുന്നത്. ഓക്കെ, വെബ് ക്യാം ഈസ് യൂസ് ടു എനേബിൾ വീഡിയോ ആൻഡ് സ്റ്റിൽ ഇമേജസ്, സെൻഡ് ഇമെയിൽ മെസ്സേജസ്, വീഡിയോ അറ്റാച്ച്മെന്റ്, ലൈവ് മെസ്സേജസ്, ബ്രോഡ്കാസ്റ്റ് ലൈവ് മെസ്സേജസ് ആൻഡ് മേക്ക് വീഡിയോ ടെലിഫോൺ കോൾസ്. വീഡിയോ കോൺഫറൻസിങ് എന്താ, നമ്മൾ ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ സൂമോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയോ വെർച്വലി മീറ്റ് ചെയ്യുന്നതാണ് വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്നത്. വീഡിയോ കോൺഫറൻസ് കഴിഞ്ഞാൽ വി ക്യാൻ it's a meeting between two or more geographically separated people who use network or internet to transmit audio and video data. ഇപ്പോൾ വീഡിയോ കോൺഫറൻസിംഗ് ആണ് എന്തെല്ലാം വേണം, മിനിമം എന്തെല്ലാം വേണം, മൈക്രോഫോൺ വേണം വോയിസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി, സ്പീക്കേഴ്സ് വേണം പറയുന്നത് കേൾക്കാൻ വേണ്ടി, വീഡിയോ ക്യാമറ വേണം, ഓർ വെബ് ക്യാം വേണം കാണാൻ വേണ്ടി, ഇത്രയും വേണം. പിന്നെ വീഡിയോ കോൺഫറൻസ് സോഫ്റ്റ്വെയറും വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ വെന്നെവർ യു ആർ സ്പീക്കിംഗ് അതേഴ്സ് ഇൻ ദ മീറ്റിംഗ് ക്യാൻ ഹിയർ യുവർ വോയിസ്, മറ്റുള്ളവർക്ക് നിങ്ങളുടെ വോയിസ് കേൾക്കാൻ പറ്റും. അവർ പറയുന്നത് കേൾക്കണമെങ്കിലോ ഇവിടെ സ്പീക്കറും വേണം, ഫേസ് കാണണമെങ്കിലോ ക്യാമറ വേണം. ഇതെല്ലാം കൂടി കിട്ടിയ ഒരു വീഡിയോ കോൺഫറൻസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞാൽ അത് വീഡിയോ മീറ്റ് ആയി. ഇനി ഇത് കൂടാതെ കുറച്ച് ബയോമെട്രിക് ഇൻപുട്സ് ഉണ്ട്. ഒന്ന് ഫിംഗർ പ്രിന്റ് റെക്കഗ്നേഷൻ ആണ്. അത് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ മൊബൈലിലൊക്കെ ബാക്കിൽ വെച്ച ഫിംഗർ പ്രിന്റ് വെച്ച് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ലോക്ക്ഡ് ആണ്, ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫിംഗർ ഉപയോഗിച്ച് റെക്കഗ്നൈസ് ചെയ്യാം. അതേപോലെ ഫേസ് നോക്കി കഴിഞ്ഞാൽ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, വോയിസ് നമ്മൾ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാം. സിഗ്നേച്ചർ ഉപയോഗിച്ച് റെക്കഗ്നൈസ് ചെയ്യാം. സിഗ്നേച്ചർ ഇൻപുട്ട് ഉപയോഗിച്ച് ഓതന്റിക്കേറ്റ് ചെയ്യാം. ഇത് കൂടെ ഹാൻഡ് ജോമെട്രി ഉണ്ട്, ഹാൻഡ് വെച്ച് കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യാം. കുറച്ചുകൂടി സെക്യൂർ സിസ്റ്റം ആണെങ്കിൽ ഐറിസിന്റെ കണ്ണിന്റെ സംഭവമാണ്, കണ്ണിന്റെ ഉള്ളിലുള്ള കൃഷ്ണമണിയാണ് ഐറിസ് എന്ന് പറയുന്നത്. ഐറിസ് ഉപയോഗിച്ച് റെക്കഗ്നൈസ് ചെയ്യാം. ഇതൊക്കെ മറ്റു ബയോമെട്രിക് ഇൻപുട്സ് ആണ്. ദിസ് എനഫ് ഫോർ ടുഡേ. കുറച്ച് അധികം ഉണ്ട്, നിങ്ങളത് 1 by 1 ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് ജസ്റ്റ് പതുക്കെ കേട്ടാൽ മതി. ഓക്കെ, താങ്ക് യു.